ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഹുദൈബിയ സന്ധിയാണ്. അതിൻ്റെ പാർട്ട് 3 ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ 2 പാർട്ടുകളും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട ശേഷം ഇത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ചരിത്രം അതിനെ സത്യസന്ധമായി മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് ആ ഒരു കാര്യം ആവശ്യപ്പെട്ടത്. 1400 വർഷങ്ങളായി ഇസ്ലാം എന്ന പേരിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ദർശനം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമാണെന്നും മനുഷ്യൻ എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിക്കാൻ ഈ ഒരു ദർശനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദൈനംദിന ജീവൽഗന്ധിയായ പ്രശ്നങ്ങളിലൊക്കെ ഈ പറയുന്ന പൗരോഹിത്യ ഇസ്ലാം എത്രമാത്രം ഇടപെടുന്നു എന്നും ആ ഇടപെടലുകൾ മനുഷ്യനെ കൂടുതൽ ജീവിതം ദുസ്സഹകരമാക്കുകയാണോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഇതുവരെയുള്ള വീഡിയോകളിലൊക്കെ പല തവണകളിലായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം 1400 വർഷമായി ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ആദ്യമായി അല്ല ഇസ്ലാമിക ചരിത്രം ഇത്തരത്തിൽ വിമർശിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പല കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് അതേ സമയത്ത് തന്നെ പല ആളുകളും രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ ശ്രദ്ധയോടെ വായിക്കുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യത്വ വിരുദ്ധമായൊക്കെ പ്രവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. അതൊക്കെയും തന്നെ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമാണ് എന്നുകൂടെ ഇസ്ലാമിസ്റ്റുകളായ പണ്ഡിതന്മാർ നമ്മോട് വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും ഇത്തരത്തിൽ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ചിന്താഗതി പേറുന്നവനാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു ദയനീയമായ സാഹചര്യമുണ്ട്. ഇത്തരത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പല സംഭവങ്ങളുടെയും അവസ്ഥ. നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. മാന്യമായ രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മെ അറിയിക്കാവുന്നതാണ്. മാന്യത വിട്ട് തെറി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഭീഷണിപ്പെടുത്തുന്നവരുടെ തെറി വിളിക്കുന്നവരുടെ ആശയപാപ്പരത്വമല്ലേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഈ സത്യങ്ങൾ മനസ്സിലാക്കി അത് നിഷ്കളങ്കമായി വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളിൽ ഏതാനും ന്യൂനപക്ഷം ആളുകൾ മതഭ്രാന്ത് തലയിൽ കയറ്റി നടക്കുന്ന ആളുകൾ പച്ചത്തെറി എന്നെ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന ഓരോ വിളിയും എൻ്റെ മാർഗം ശരിയാണ് എന്ന് എന്നെ ഉറപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നിങ്ങൾ തെറി വിളിച്ചോളൂ, കാരണം നിങ്ങൾക്കതിൽ മാതൃകയുണ്ട്. കഴിഞ്ഞ ഹുദൈബിയ സന്ധി പാർട്ട് 2 നമ്മളത് വിശദീകരിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് 1ാമത്തെ ഖലീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് റസൂൽ എന്ത് പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ പിന്നീട് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വിഴുങ്ങുന്ന അത്രയേറെ ഇസ്ലാമിൽ അബൂബക്കറിൻ്റെ ഈമാൻ ഒരു ത്രാസിലും ലോക മുസ്ലിങ്ങളുടെ ഈമാൻ മറ്റൊരു ത്രാസിലും വെച്ചാൽ അബൂബക്കറിൻ്റെ ഈമാനാണ് കനം തൂങ്ങുക എന്ന് വരെ വിശ്വസിക്കപ്പെടുന്ന അത്രയേറെ മഹത്വമുള്ള റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന ആ ഒരു 1ാമത്തെ ഖലീഫയല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് സധൈര്യം പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആ ഒരു പദപ്രയോഗം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ജീവിതത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും, തെറിയായിക്കൊണ്ട് ആ ഒരു പദപ്രയോഗം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഒരു പദപ്രയോഗമില്ലേ, തെറിയായിക്കൊണ്ട് ഉർവയോട് പറഞ്ഞ ആ പദപ്രയോഗം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നേ വരെ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനും എൻ്റെ ഈമാനും ത്രാസിൽ വെച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒന്ന് തൂക്കി നോക്കൂ. ഞാനിത് സഹാബത്തിനെയോ പ്രവാചകനെയോ ഇസ്ലാമിനെയോ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയല്ല. സത്യസന്ധമായി നിഷ്കളങ്കമായി പടച്ചവൻ നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ഈ ചരിത്രങ്ങൾ വളരെയധികം ആത്മാർത്ഥമായി ഊണും ഉറക്കവുമില്ലാതെ സശ്രദ്ധം വായിച്ചപ്പോൾ
അതെൻ്റെ മനസ്സിനോട് സംവാദത്തിൽ ഏർപ്പെടുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിച്ച എൻ്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ വിശ്വസിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലാണെങ്കിൽ ഒരു മാതൃകയും എനിക്കതിലില്ല എന്നാണ് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നത്. ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക. ഇത്തരത്തിൽ പച്ചത്തെറി വിളിക്കുന്ന, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞ് പാവപ്പെട്ട നിരപരാധികളായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാട് കടക്കുക, അല്ലെങ്കിൽ ജിസിയ കൊടുക്കുക, അതിനും സാധ്യമല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന അർത്ഥത്തിലേക്ക് അതിനൊരു പ്രത്യേകതരം കാരുണ്യമായി, പ്രത്യേകതരം സമാധാനമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതല്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കൂ, ഇതൊക്കെ മനുഷ്യത്വ വിരുദ്ധമല്ലേ? മനുഷ്യൻ്റെ മുകളിൽ കുതിര കയറി അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അവനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മതവിശ്വാസം സ്വീകരിക്കണമെന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അത് വിശ്വസിക്കാത്തവരെയൊക്കെ നാട് കടത്തുകയും അങ്ങനെയുള്ള ആളുകളാൽ മുക്തരാക്കപ്പെട്ട ഒരു രാഷ്ട്രം സൃഷ്ടിക്കുകയുമല്ലേ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലെ കളികളിലുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷികളോട് ചോദിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾ സശ്രദ്ധം ശ്രവിക്കുന്നവരെ, ഇതിലെന്ത് ആത്മീയതയുണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ചരിത്രത്തിലെ കഴിഞ്ഞ 2 പാർട്ട് വീഡിയോകളിലും നമ്മൾ വായിച്ച, ഇനിയിപ്പോൾ വായിക്കാൻ പോകുന്ന പാർട്ട് 3 ഹുദൈബിയ സന്ധിയുടെ അവസാന രംഗം, അത് കേട്ടിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ണടച്ചിട്ട് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക. നമ്മൾ മദ്രസകളിൽ നിന്ന് പഠിച്ച, വാദു പ്രഭാഷണങ്ങളിൽ നിന്ന് കേട്ട സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തൃത്വത്തിൻ്റെയും ഒക്കെ ഒരു ദർശനം തന്നെയാണോ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ച ശേഷം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. ഇതെന്തിനിത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ദർശനം ജീവിതത്തിൽ ആവാഹിച്ചതിൻ്റെ പേരിൽ, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയതിൻ്റെ പേരിൽ നരകയാതന അനുഭവിക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിളിച്ച് നമ്മളുടെ വീഡിയോകൾ കണ്ട ശേഷം നമ്മളുമായി കോണ്ടാക്ട് ചെയ്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർത്ത് കരഞ്ഞൊരു സഹോദരൻ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം ഈ ദീനിൻ്റെ പ്രബോധന രംഗത്ത് ഒരുപാട് വിയർപ്പൊഴുക്കിയ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ന് എത്തി നിൽക്കുന്നത് കേട്ട് അദ്ദേഹം ആർത്ത് കരയുമ്പോൾ ഞാനും അതോടൊപ്പം കരയുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ പടച്ചവൻ തന്ന ഈ ഒരു അല്പമായ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിൽ ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കാൻ ഈ ദർശനം തടസ്സമാണെങ്കിൽ ഇതെന്ത് കാരുണ്യത്തിൻ്റെ ദർശനമാണ്? ഇതിനെയാണോ സമാധാനം എന്ന പേരിൽ, ഇസ്ലാം എന്ന പേരിൽ നിങ്ങൾ വിളിച്ച് പരിചയപ്പെടുത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മൗലവിമാരെ, നിങ്ങൾക്കൊരു പക്ഷേ ഇത് സമാധാനവും ശാന്തിയും നൽകുന്നുണ്ടാവും. കാരണം ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണിമാളികകൾ പണിയാനും സുഖലോലുപതയിലുള്ള ജീവിതം നയിക്കാനുമൊക്കെ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളിത് വിറ്റാണ് കോടികൾ സമ്പാദിച്ച് സുഖലോലുപതയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം വിശ്വാസികളുടെ അന്നുള്ള അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവം വിശ്വാസികളുടെ അടുത്തുനിന്ന് സംഭാവന മേടിച്ചിട്ടാണ്, അവരുടെ പൈസയിൽ നിന്നൊരു ഓഹരി തന്നിട്ടാണ് നിങ്ങളൊക്കെ ശമ്പളം കൈപ്പറ്റി സുഖലോലുപതയിൽ ജീവിക്കുന്നത്. ആ സമയത്തും നിങ്ങൾക്ക് ശമ്പളം തരുന്നതിന് വേണ്ടി ആ പാവപ്പെട്ട അന്നന്ന് വരുമാനത്തിൽ ജീവിക്കുന്ന ആ സഹോദരീ സഹോദരന്മാർ എടുത്തു തരുന്ന പൈസയില്ലേ, അതിൽ അവരുടെ കണ്ണീരിൻ്റെ ഉപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് വെച്ചാണ് സുഖലോലുപതയിൽ ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മൗലവിമാരെ, ഉസ്താദുമാരെ, അവസാനിപ്പിക്കണം. നിങ്ങൾ അധ്വാനിച്ച് എവിടെയെങ്കിലും പോയി കൂലിപ്പണിയെടുത്ത് ജീവിക്കണം, അല്ലാതെ മതം വിറ്റിട്ടല്ല. അത് ഏത് മതസ്ഥനിലെ ഈ പറയപ്പെട്ട പുരോഹിത വർഗമാണെങ്കിലും അധ്വാനിച്ച് ജീവിക്കുക, അല്ലാതെ പാവപ്പെട്ട ആളുകൾ, വിശ്വാസികളെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഊറ്റുകയാണ്. ഈ ഊറ്റൽ ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. പുതിയ തലമുറ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പറയുന്ന ആത്മീയതയും നിങ്ങൾ പറയുന്ന പ്രത്യേക കാരുണ്യവും പ്രത്യേക സമാധാനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ചറിയുന്ന നാളുകളാണ് ഈ വരാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങളോട് എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, സത്യവും നീതിയും ധർമ്മവും ഒന്നുമില്ലാതെ നിങ്ങൾ പരസ്പരം പോരടിച്ച് പരസ്പരം മുശിരിക്കും കാഫിറൊക്കെ ആക്കിയിട്ട് നിങ്ങൾ നേടുന്ന ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ
അല്പായുസ് മാത്രമേ ഉള്ളൂ. ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിക്കുക. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൈനനോ ബുദ്ധനോ യഹൂദയോ ഒന്നുമല്ല, മനുഷ്യനായി ജീവിക്കുക. നിങ്ങൾ മനുഷ്യനായി ജീവിച്ചത് ഒരു ദിവസമാണെങ്കിലും അന്ന് മാത്രമാണ് നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെന്തെങ്കിലുമായി നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചതായി രേഖപ്പെടുത്തുകയില്ല. അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കണം. നിങ്ങൾ വിശ്വസിച്ചോളൂ, ദൈവവിശ്വാസിയായിക്കോളൂ, മതവിശ്വാസിയായിക്കോളൂ. അതിനുള്ള സ്വാതന്ത്ര്യം ഈ മഹാരാജ്യം നമുക്കെല്ലാവർക്കും അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതികൾ, അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരൽപ്പം മനുഷ്യത്വം നിങ്ങളുടെ മനസ്സുകളിലില്ല. നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ വെറും അഭിനയങ്ങൾ മാത്രമാണെന്ന് ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. പുതിയ തലമുറ നിങ്ങളുടെ ഈ കാപട്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളെ വെക്കൊണ്ടെടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. ആമുഖമായി ഇത്രയും പറയാനുണ്ടായ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ സഹോദരൻ്റെ ആ കരച്ചിലാണ് പ്രിയപ്പെട്ടവരെ. കാരണം അദ്ദേഹം ഹുദൈബിയ സന്ധിയാണ് ആദ്യമായിട്ട് കാണുന്ന നമ്മളുടെ വീഡിയോ. അതിനുശേഷം അത് പാർട്ട് 1ഉം 2ഉം കണ്ടു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോകളും ഏകദേശം കണ്ടു കഴിഞ്ഞു. അദ്ദേഹം ആർത്ത് കരയാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞു എന്ന് അദ്ദേഹം സ്വയം കരുതുന്നതാണ്. നമ്മുടെ ശരാശരി ആയുസ് ദൈർഘ്യം വെച്ച് അദ്ദേഹം കരുതുന്നതാണ്. നമുക്കെപ്പോഴാണ് നമ്മളുടെ മരണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. എത്ര ആയുസ്സുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം ശരാശരി കണക്കാക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞുപോയി. ഈ കൊഴിഞ്ഞു പോയത് മുഴുവൻ എനിക്ക് നഷ്ടമായിരുന്നു എന്ന്. കാരണം ഇത്തരത്തിലുള്ളൊരു ചിന്താഗതി ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ല. ഈ വീഡിയോ കണ്ടപ്പോഴാണ് പടച്ചവനെ ഇങ്ങനെയായിരുന്നോ ഇതിൻ്റെയൊക്കെ ഹക്ക് എന്ന് തിരിച്ചറിയുകയും ഒരുപാട് ആശ്വാസവും ഒരുപാട് നന്ദിയും കടപ്പാടുമൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ അയച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉറുവ എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ പ്രതിനിധിയായ വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പച്ചത്തെറി പറയുകയൊക്കെ ചെയ്ത ആ സന്ദർഭം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. അതുപോലെ തന്നെ ഖുറൈശികളിൽ നിന്ന് ഉറവ വന്നതുപോലെ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികളുടെ അടുത്തേക്ക് അയക്കുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരാൻ വൈകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ബൈത്തുർ റിളുവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുകയൊക്കെ ചെയ്തു. അതിനനുസൃതമായിട്ട് ഒരു ആയത്തും ഇറങ്ങുകയുണ്ടായി. ഈ ആയത്തിറക്കുന്ന അള്ളാഹുവിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്ന വിവരം പ്രവാചകനെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പല ആളുകളും നമുക്ക് മെസ്സേജായിട്ട് അയച്ച് ചോദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണത്. ഇത്തരത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായും ഇസ്ലാമികപരമായിട്ടൊക്കെ പല പല സന്ദർഭങ്ങളിൽ വഹിയില്ല. പ്രവാചകൻ അത് അറിയാനുള്ള യാതൊരുവിധ മാർഗങ്ങളുമില്ലാതെ പ്രവാചകൻ അന്താളിച്ച് നിൽക്കുന്ന പല സംഭവങ്ങളും ഈ ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ആയിഷ ബീവിയുടെ മേലുണ്ടായ വ്യഭിചാരോപണ സന്ദർഭം, ആ സന്ദർഭത്തിലും ആയത്തുകൾ വരുന്നില്ല. അതേപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇപ്പോൾ ഈ ചരിത്രത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ മക്കയിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന് ഇവർ തീരുമാനിച്ച് അവരതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈത്തുർ റിളുവാൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കുകയും ഇസ്ലാമിക ചരിത്രത്തിൽ നാഴികക്കല്ലായിട്ട് അത് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടില്ല എന്ന വിവരം പ്രവാചകന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത്. അദ്ദേഹം വന്ന ഉടനെ ആയത്തും ഇറങ്ങുകയാണ്. അതുവരെ ആയത്ത് ഇറങ്ങുന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കരാറിൽ ഒപ്പുവെക്കേണ്ട താമസം കുസാ ഗോത്രവും മുഹമ്മദുമായും ബനു ബക്കർ ഖുറൈശികളുമായും സഖ്യം ചെയ്തു. ഒപ്പുവെച്ച ഉടനെ തന്നെയാണ് ഖുറൈശികളുടെ ദൂതനായ സുഹൈലിൻ്റെ പുത്രൻ അബൂ ജന്തൽ മുസ്ലിങ്ങളോടൊപ്പം ചേരാൻ അവിടെ എത്തിയത്. പുത്രനെ കണ്ട സുഹൈൽ കുപിതനായി മകൻ്റെ മുഖത്തടിച്ചു. ഖുറൈശികളിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞുകൊണ്ട് മുടി ചുഴറ്റിപ്പിടിച്ച് വലിച്ചഴിച്ചു. ഈ കരാർ എഴുതാൻ വേണ്ടി ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് വന്ന ആളാണ് ഈ സുഹൈൽ എന്ന് പറയുന്ന വ്യക്തി. ഈ കരാർ എഴുതാൻ വേണ്ടി വന്ന സുഹൈലിൻ്റെ പുത്രനായിട്ടുള്ള അബൂ ജന്തൽ എന്ന് പറയുന്ന ആൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഹുദൈബിയ സന്ധിയുടെ കരാർ പ്രകാരം ഈ പറയുന്ന അബൂ ജന്തലിനെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്നാണ്. ആ കരാറിൻ്റെ നിയമാവലികളൊക്കെ നമ്മൾ പുറകെ വായിക്കുന്നുണ്ട്.
അപ്പോൾ ഈ നിയമപ്രകാരം കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അബൂ ജന്ദൽ എന്ന് പറയുന്ന പുതുവിശ്വാസിയായ ഇസ്ലാം സ്വീകരിച്ച സുഹൈലിൻ്റെ മകനെ തിരിച്ചയക്കണമെന്ന ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരിച്ചയക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, മുസ്ലിം സമൂഹമേ, അബൂ ജന്ദൽ ആർത്ത് വിലപിച്ചു, മർദ്ദനമേൽക്കാനായി ഖുറൈശികളിലേക്ക് എന്നെ നിങ്ങൾ തിരിച്ചയക്കുകയാണോ? ഹൃദയഭേദകമായ ഈ ദൃശ്യം കണ്ട മുസ്ലിങ്ങൾ അസ്വസ്ഥരായി. സുഹൈലുമായി പ്രവാചകനുണ്ടാക്കിയ കരാറിൽ അവർക്ക് അതൃപ്തി വർദ്ധിച്ചു. പക്ഷേ അബൂ ജന്ദലിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു, അബൂ ജന്ദൽ, ക്ഷമിക്കുക, കുറച്ചിട കൂടി കാത്തിരിക്കുക. താങ്കൾക്കും താങ്കളോടൊപ്പമുള്ള മർദ്ദിത ജനവിഭാഗത്തിനും അള്ളാഹു ഒരു മോചനമാർഗം തുറന്നു തരും. ഖുറൈശികളുമായി ഞങ്ങളൊരു സമാധാന സന്ധിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അന്യോന്യം വഞ്ചിക്കുകയില്ലെന്ന് ദൈവത്തിൻ്റെ പേരിൽ ഞങ്ങൾ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. എത്ര രോമാഞ്ചം നിറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്താ പറഞ്ഞത്? ഖുറൈശികളുമായി ഞങ്ങളൊരു സമാധാന സന്ധിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അന്യോന്യം വഞ്ചിക്കുകയില്ലെന്ന് ദൈവത്തിൻ്റെ പേരിൽ, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പേരിൽ ആര് കരാർ ഒപ്പിട്ടിട്ടുണ്ട്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കരാർ റബ്ബിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഒപ്പിട്ട ഈ കരാറ് പിന്നീട് ലംഘിക്കുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അള്ളാഹുവിനെ സാക്ഷിയാക്കി ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ആ കരാറ്, അള്ളാഹുവിനെ സാക്ഷിയാക്കി ഒപ്പിട്ട കരാറ് പിന്നീട് ലംഘിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഈ പ്രവാചകൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ പ്രവാചകനൊരു മഹത്വം, ഈ തരത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഈ ചരിത്ര ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഈ ഒരു പ്രവാചകനിൽ മാതൃകയുണ്ടെന്ന് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. മാതൃകയില്ലെന്നാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത്. ശേഷം പ്രവാചകൻ കരാർ നടപ്പിലാക്കി. അദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തെ മാനിച്ചുകൊണ്ട് അബൂ ജന്ദൽ ഖുറൈശികളിലേക്ക് തിരിച്ചുപോയി. സുഹൈലും മക്കയിലേക്ക് മടങ്ങി. അനുയായികളുടെ അസംതൃപ്തിയിൽ അസ്വസ്ഥനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ നിന്നു. പിന്നീട് ശാന്തചിത്തനായി പ്രാർത്ഥിച്ചു. തുടർന്ന് ബലിമൃഗത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി അതിനെ ബലി കഴിച്ചു. ഉംറയുടെ പൂർത്തീകരണാർത്ഥം അവിടെ ഇരുന്ന് തല മുണ്ടനം ചെയ്തു. തിരുമേനിയുടെ ഹൃദയത്തിൽ ശാന്തിയും സംതൃപ്തിയും നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ സ്വസ്ഥത കണ്ട ജനങ്ങൾ ചെടുതിയിൽ ബലികർമ്മം നടത്താനും തല മുണ്ടനം ചെയ്യാനും ആരംഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉംറയ്ക്ക് പോയ ആളുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഹജ്ജ് ഉംറയ്ക്ക് എന്താണെന്ന് അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ പറയുന്ന കഅബയുടെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല, അവിടെ തവാഫ് ചെയ്തിട്ടില്ല, സഫ മർവൻ്റെ ഇടയിൽ ഓടിയിട്ടില്ല, സംസം വെള്ളം കുടിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ കരാർ പ്രകാരം അവർ തിരിച്ചു പോവുക എന്നുള്ളതാണ് കരാർ പ്രകാരം. ആ വർഷം അവർ ഉംറ ചെയ്യാതെ തിരിച്ചു പോവുകയും അടുത്ത വർഷം വരാമെന്ന ഒരു കണ്ടീഷനിലാണ് ആ കരാർ. ആ കരാറിൻ്റെ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കരാർ അടിസ്ഥാനത്തിൽ ആ കരാർ എഴുതി ഒപ്പിട്ട ശേഷം ഈ പറയുന്ന രൂപത്തിൽ തല മുണ്ടനം ചെയ്യുകയും അതേപോലെ തന്നെ ഒട്ടകത്തെ ബലിയറക്കുകയും ചെയ്തു എന്ന്. ഇതാണ് ആ വർഷത്തെ റസൂലിൻ്റെ ഉംറ. നിങ്ങൾ ചിന്തിക്കൂ, ഇതാണോ നിങ്ങൾ മനസ്സിലാക്കിയ ഉംറ? അപ്പോൾ കഅബയുടെ അടുത്തൊന്നും പോകാതെ, തവാഫ് ചെയ്യാതെ, സഫ മർവകൾക്കിടയിൽ ഓടാതെ, എന്തിന് സംസം വെള്ളം ഒരിറ്റ് കുടിക്കാതെ തന്നെ ബലിമൃഗത്തെ അറക്കുകയും തലമുണ്ടനം ചെയ്യുകയൊക്കെ ചെയ്ത് റസൂല് തിരിച്ചുപോയി. ഉംറ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പാവം ആ ഒട്ടകങ്ങളെ അറുത്തത് എന്തിനാ? ഇത് ആരെ ബോധ്യപ്പെടുത്താനാ? ഇതിലൊക്കെ എന്ത് സ്പിരിച്വാലിറ്റി ആണ് ഉള്ളത് പ്രിയപ്പെട്ടവർ? നിങ്ങൾ ചിന്തിക്കൂ. അടുത്ത വർഷം മക്കയിലേക്ക് തിരിക്കാമെന്ന പ്രതീക്ഷയോടെ മദീനയിലേക്ക് മടങ്ങുക എന്നല്ലാതെ മുസ്ലിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവരിൽ മിക്കവാറും മനസ്സോടുകൂടിയാണ് ഇത് സ്വീകരിച്ചത്. പ്രവാചകന്റെ കൽപ്പനയാണെന്ന നിലയിൽ അവർ അത് സ്വയം ആശ്വാസം കണ്ടു. പരാജയം സമ്മതിക്കുകയോ യുദ്ധം നടത്താതെ കീഴടങ്ങുകയോ ചെയ്യുക എന്നത് അവരുടെ പാരമ്പര്യമല്ലായിരുന്നു. ദൈവവും അവൻ്റെ പ്രവാചകനെയും മതത്തെയും സഹായിക്കുമെന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അവർക്ക്. അതിനാൽ അവർ മക്ക ജയിച്ചടക്കാൻ കഴിയുമെന്നതിൽ അവർക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതല്ലേ മനസ്സിൻ്റെ അകത്തുള്ള പൂതി, മനസ്സിലുള്ള ആഗ്രഹം? ഇതല്ലേ മക്ക ജയിച്ചടക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു അവർക്ക് എന്ന്. അപ്പോൾ വന്നത് ഉംറ ചെയ്യാനാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ. ഉംറ ചെയ്യാൻ വന്ന, ഇനി അത് പോട്ടെ, ഉംറ ചെയ്യാൻ ഒരാളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഉംറക്ക് പോകുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്. അങ്ങനെ ഉംറക്കും ഹജ്ജിനൊക്കെ പോകാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഒരു പ്രത്യേക തരത്തിലൊരു ആത്മീയമായ ഒരു വളരെയധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതമായിരിക്കും.
അത് പോയി അത് കഴിഞ്ഞ് വന്നാലും ഒക്കെ പിന്നീട് അങ്ങോട്ട് അങ്ങനെയാണ്. പുതുതായി ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആയിത്തീരുമെന്നാണ്. ഈ ഉംറ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നാൽ അങ്ങനെ ആയിത്തീരുമെന്നാണ്. ഒരു നവജാത ശിശുവിനെ പോലെ ആയിത്തീരുമെന്ന്, അത്രയും പാപങ്ങളില്ലാത്തൊരവസ്ഥയിലായിത്തീരുമെന്നാണ് പറയുന്നത്. ആ ഒരു മനോഭാവത്തോടു കൂടി ഉംറ നിർവഹിക്കാൻ വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വായിന്ന് കേട്ട വാക്കുകൾ നമ്മൾ വായിച്ചു, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ടില്ലേ. അങ്ങനത്തെ ഒരു സ്പിരിച്വാലിറ്റി, ആത്മീയമായ ഒരു അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് ഈ പ്രവാചകനും സഹാബത്തും എങ്കിൽ ഈ പച്ചത്തെറി വിളിക്കാൻ അബൂബക്കർ സിദ്ദീഖിന് എങ്ങനെ കഴിഞ്ഞു? അതിൽ നിന്ന് നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാം എന്ത്, ഉംറ എന്ന് പറയുന്നത് അവിടെ ബലിമൃഗങ്ങളെ കൊണ്ടുവന്നതും ഈ തല മുണ്ടനം ചെയ്തതും ഒക്കെ വെറും നാടകങ്ങളാണെന്ന്. അങ്ങനെയല്ലേ അതിൻ്റെ വസ്തുത? ഒരു ആത്മീയമായ അനുഭൂതിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ പറയുന്ന പച്ചത്തെറി വിളിക്കുമോ? നിങ്ങൾ ചിന്തിക്കൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞത് പച്ചക്ക് ഇതിൽ എഴുതി വച്ചിരിക്കുന്നു, അവർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, അതിനാൽ മക്ക ജയിച്ചടക്കാൻ കഴിയുമെന്നതിൽ അവർക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല. അപ്പം ആഗ്രഹവും ലക്ഷ്യവുമൊക്കെ മക്ക പിടിച്ചടക്കലാണ് പ്രിയപ്പെട്ടവരെ. ഈ ഹജ്ജും ഉംറയും നാടകങ്ങളൊക്കെയും കളിച്ചത് മക്ക പിടിച്ചടക്കാനാണ്. അത് ഈ ഹുദൈബിയ സന്ധിക്ക് ശേഷം പിന്നീട് നടക്കുകയും ചെയ്തു. ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ 2025 നിന്ന് നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, വെറും ഈ അഹ്ലുസുന്നത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചു മാത്രം കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിന്തിക്കൂ. മക്ക പിടിച്ചടക്കൽ മാത്രമാണ് ലക്ഷ്യം. തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളല്ലാതെ ആത്മീയമായ എന്തെങ്കിലും ഒരു കാര്യകാരണങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഓരോ ചരിത്രം, ഈ ഓരോ പേജ് മറിക്കുമ്പോഴും, ഞാൻ 3 ഗ്രന്ഥങ്ങളാണ് ഈ ചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്നത്. ഈ 3 ഗ്രന്ഥങ്ങളിലെ ഓരോ പേജ് മറിക്കുമ്പോഴും ഇത് രാഷ്ട്രീയപരം, ഇത് രാഷ്ട്രീയപരം, ഇത് രാഷ്ട്രീയപരം എന്ന് ഓരോ പേജിൻ്റെയും അടിയിൽ എഴുതി വെക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംവിധാനമാണ്, ഇതിലൊരു ആത്മീയതയും കാണുന്നില്ല എന്ന് ഓരോ പേജിലും എഴുതി വെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഓരോ പേജ് മറിക്കുമ്പോഴും എൻ്റെ വ്യക്തിപരമായ അനുഭവം കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ബാക്കി എന്താ നോക്കാം. ഇതോടെ ഹുദൈബിയ ഉടമ്പടി വ്യക്തമായ വിജയമാണെന്നതിൽ ആർക്കും ശങ്ക ഉണ്ടായിരുന്നില്ല. എല്ലാ ശങ്കകളും അസ്തമിച്ചു. അതിൻ്റെ പരിണാമം മറ്റൊന്നുമായിരുന്നില്ല താനും. ഇസ്ലാമിൻ്റെ സമസ്ത അറബികളുടെയും ഭാവിയിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തിയ രാഷ്ട്രീയ കുശലതയും ദീർഘവീക്ഷണവും ഈ ഉടമ്പടിക്ക് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് കാലം തെളിയിക്കുകയുണ്ടായി. ഖുറൈശികൾ മുഹമ്മദിനെ ഒരു പ്രതിയോഗിയും പ്രക്ഷോഭകാരിയുമാണ് എന്ന് കണ്ടതിന് പകരം തങ്ങളുടെ സമശീർഷകനായി അംഗീകരിക്കുന്നത് ഇതാദ്യമാണ്. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രത്തെയും അതിൻ്റെ അസ്തിത്വത്തെയും അവർ അംഗീകരിച്ചു. അതോടൊപ്പം കഅബ ദേവാലയം സന്ദർശിക്കുകയും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യാനുള്ള മുസ്ലിങ്ങളുടെ അവകാശം അംഗീകരിക്കുക വഴി ഇസ്ലാം അറേബ്യയിലെ അംഗീകൃത മതങ്ങളിലൊന്നായി അവർ സമ്മതിക്കുകയായിരുന്നു. 2 വർഷത്തെ അഥവാ 10 വർഷത്തെ യുദ്ധമില്ലാ കരാർ ദക്ഷിണ ഭാഗത്തു നിന്നുള്ള ഖുറൈശികളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് മുസ്ലിങ്ങളെ നിർഭയരാക്കുകയും ഇസ്ലാമിൻ്റെ വർദ്ധമാനമായ വ്യാപനത്തിന് കളമൊരുക്കുകയും ചെയ്തു. മുഹമ്മദിൻ്റെ ഏറ്റവും കടുത്ത ശത്രുക്കളായ ഖുറൈശികൾ മുമ്പൊരിക്കലും സന്നദ്ധമായിട്ടില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴിതാ സമ്മതിച്ചിരിക്കുന്നു. ഈ സമാധാന ഉടമ്പടിക്ക് ശേഷം ഇസ്ലാം ഫലത്തിൽ തന്നെ പൂർവോപരി ഇരട്ടി വേഗത്തിൽ പ്രചരിതമായി. 1400 പേരായിരുന്നു ഹുദൈബിയയിൽ വന്നവർ. 2 വർഷത്തിന് ശേഷം മുഹമ്മദ് മക്ക ജയിച്ചടക്കാൻ വന്നപ്പോൾ അവരുടെ സംഖ്യ 10,000 ആയിരുന്നു. 10 വർഷത്തേക്ക് എഴുതിയ ഹുദൈബിയ കരാറ് സന്ധി എവിടെ? കാറ്റിൽ പറത്തിക്കൊണ്ട് 2 വർഷത്തിന് ശേഷം മുഹമ്മദ് മക്ക ജയിച്ചടക്കാൻ വന്നപ്പോൾ അവരുടെ സംഖ്യ 10,000 ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖുറൈശികളെ മണ്ടന്മാരാക്കുകയല്ല ആക്ച്വലി ചെയ്തിട്ടുള്ളത്. ഇത് കരാർ, ഒരു ഉടമ്പടി എഴുതിയിട്ട്, നിങ്ങൾ നേരത്തെ വായിച്ചില്ല, ഞാൻ പറഞ്ഞില്ലേ രോമാഞ്ചം ഉണ്ടാക്കുന്ന വാക്കുകൾ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ആ നാഥനെ സാക്ഷിയാക്കി ഒപ്പിട്ട കരാറിന് 2 വർഷത്തിന് ശേഷം പുല്ലുവില. ആ നാഥന് ഇത് കാണുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ പറ്റിച്ചു, ആ നാട്ടിലുള്ള ജനങ്ങളെ പറ്റിച്ചു. മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയും പറ്റിക്കുകയല്ല ആക്ച്വലി ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കൂ, ആ കരാറിനെ ലംഘിക്കപ്പെടുക വഴി സാക്ഷിയാക്കി ഒപ്പിട്ട ആ ആളെയും കൂടി പറ്റിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്ത് ആത്മീയത എൻ്റെ പ്രിയപ്പെട്ടവരെ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ ആത്മീയത ഉണ്ട് എന്നാണ് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ദയവേത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ?
ഞാൻ അത്രയേറെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എനിക്കിതിന് ആത്മീയത കാണാൻ കഴിയുന്നില്ല. ഒരു പറ്റം മനുഷ്യരെ പറ്റിച്ചു, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെയും പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അദ്ദേഹത്തെ പ്രവാചകനെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുക. ഇത് ഗ്രന്ഥങ്ങൾ, ഈ അഹ്ലുസുന്നത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെയാണ് ഈ പ്രവാചകനെയും സ്വഹാബത്തിനെയും അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ കൊട്ടയുടെ അടിയിൽ മൂടി വെച്ചിട്ട് ഇപ്പുറത്ത് വന്നിട്ട് വേറെ പ്രസംഗിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഈ പാവപ്പെട്ട വിശ്വാസികളെ പറ്റിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ. ബാക്കി എന്താ നോക്കാം. ഖുറൈശികളുടെ പക്ഷത്ത് നിന്ന് മുഹമ്മദിൻ്റെ അടുക്കിലേക്ക് കുടുംബത്തലവൻ്റെ സമ്മതം കൂടാതെ വരുന്നവരെ തിരിച്ചയക്കണമെന്നും മുസ്ലിങ്ങളിൽ നിന്ന് ഖുറൈശി പക്ഷത്തേക്ക് പോകുന്നവരെ തിരിച്ചയക്കേണ്ടതില്ലെന്ന വകുപ്പായിരുന്നു ഹുദൈബിയ ഉടമ്പടിയിൽ യുക്തിയിൽ സംശയം പ്രകടിപ്പിക്കുന്നവർക്കിലെ ഏറെ വിമർശനത്തിന് പാത്രമായത്. അപ്പോൾ ആ ഹുദൈബിയ സന്ധിയിലെ ഒരു നിയമമായിരുന്നു എന്ത്? ഖുറൈശികളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് ആരെങ്കിലും ഖുറൈശികളുടെ അടുത്തേക്ക് പോയാൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ സത്യത്തിൽ കേൾക്കുമ്പോൾ ഇപ്പോൾ ഇവർക്കും സ്വഹാബത്തിനും ഒക്കെ അങ്ങനെ അതെന്ത് പണിയാണത്? നമ്മളുടെ അടുത്ത് നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കണ്ട. അപ്പം നമ്മുടെ ആൾക്കാരെ നമുക്ക് വേണ്ടേ? ഇസ്ലാം സ്വീകരിച്ച് സ്വഹാബികളായി നിൽക്കുന്ന ആളുകൾ മക്കത്തേക്ക് പോയി ഖുറൈശികളുടെ അടുത്തേക്ക് പോയാൽ അവരെ തിരിച്ചയക്കണ്ടെന്ന്, അവരെ കൊന്നു കളഞ്ഞാലും നോ പ്രോബ്ലം എന്നല്ലേ? അപ്പോൾ അത് ഒരു തരം എന്താണ് പ്രവാചകൻ, അതിൽ എല്ലാവർക്കും നീരസം ഉണ്ടായി. എന്നാൽ അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ, നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ പറയില്ലേ, രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യനാണ് എന്നൊക്കെ പലരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പത്രങ്ങളിലായാലും നമുക്ക് നേരിട്ട് അറിവൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരു അഗ്രഗണ്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ തത്വചിന്തകനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സംഭവങ്ങൾ മുഹമ്മദിൻ്റെ ഈ അഭിപ്രായം പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ പോലും കരുതിയതിനേക്കാൾ വേഗത്തിലാണ് ഇസ്ലാമിന് ഹുദൈബിയ സന്ധിയിൽ നിന്ന് വമ്പിച്ച നേട്ടങ്ങൾ ലഭിച്ചു. 2 മാസത്തിനകം വിദേശ രാഷ്ട്രത്തലവന്മാരുമായും ചക്രവർത്തിമാരുമായും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കാൻ ഈ ഉടമ്പടി രംഗമൊരുക്കി. അപ്പം എങ്ങനെയുണ്ട്? രാഷ്ട്രീയപരമായിട്ടുള്ള സംഭവമാണെന്ന് ബോധ്യമായില്ലേ? അനുയായികൾ കരുതിയതിനേക്കാൾ ദ്രുതഗതിയിൽ മുഹമ്മദിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് തുടർന്നുണ്ടായ സംഭവങ്ങൾ തെളിയിച്ചു. മക്കയിൽ നിന്ന് അബൂ ബസീർ എന്നൊരാൾ ഇസ്ലാം ആശ്ലേഷിച്ച് മദീനയിലെത്തി. രക്ഷകർത്താവിൻ്റെ സമ്മതമില്ലാതെയാണ് അദ്ദേഹം വന്നത്. ഹുദൈബിയ ഉടമ്പടി പ്രകാരം അദ്ദേഹത്തെ തിരിച്ചയക്കേണ്ടത് അനിവാര്യമായിരുന്നു. അസ്ഹർ ബിൻ ഔഫും അഖ്നസ് ബിൻ ഷരീഖും അബൂ ബസീറിനെ തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടു. ആമിർ വംശത്തിലെ ഒരാൾ വശമാണ് അവർ കത്ത് കൊടുത്തയച്ചത്. ആമിർ കുടുംബത്തിൻ്റെ ഒരു അടിമയും അയാളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രവാചകൻ അബൂ ബസീറിനോട് പറഞ്ഞു, അഥവാ ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്ന അബൂ ബസീർ എന്ന് പറയും, നേരത്തെ കടന്നു വന്ന അബൂ ജന്തൽ എന്ന് പറയുന്ന ആളെ തിരിച്ചയച്ചു. അദ്ദേഹത്തോട് പറഞ്ഞ ആ വാക്കുകളൊക്കെ, രോമാഞ്ചമുള്ള വാക്കുകളൊക്കെ നമ്മൾ വായിച്ചു. ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന ആളാണ് അബൂ ബസീർ. ഈ അബൂ ബസീറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്കറിയാവുന്നതുപോലെ ഖുറൈശികളുമായി ഞങ്ങൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി നിലവിലുണ്ട്. ചില ഇസ്ലാമിസ്റ്റുകൾ അവിടെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയാറുണ്ട്, ആ സമയത്ത് ഉടമ്പടിയൊക്കെ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരുന്നു എന്ന്. ഉടമ്പടിയുടെ കാലാവധിയൊന്നും കഴിഞ്ഞിട്ടില്ല, 10 വർഷത്തേക്കാണ് എഴുതിയത്. പിന്നെ ചില റിപ്പോർട്ടുകൾ 2 വർഷത്തേക്ക് എന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ സംഭവം നടക്കുമ്പോൾ ഉടമ്പടിയിൽ തന്നെയാണുള്ളത്. ആ സന്ധിയുടെ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട ആ കാലാവധിക്കുള്ളിൽ തന്നെയാണ് എന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണെന്ത്? താങ്കൾക്കറിയാവുന്ന പോലെ ഖുറൈശികളുമായി ഞങ്ങൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മതമനുസരിച്ച് കരാർ ലംഘനവും വഞ്ചനയും നടത്തുന്നത് ശരിയല്ല. താങ്കൾക്കും താങ്കളോടൊപ്പമുള്ള മർദ്ദിത ജനങ്ങൾക്കും തീർച്ചയായും അള്ളാഹു ഒരു വഴി തുറന്നു തരും. അതിനായി താങ്കൾ സ്വജനതയിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിൻ്റെ ദൂതരെ അബൂ ബസീർ പ്രതിവചിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ആ എഗ്രിമെൻ്റ് കാലയളവിൽ തന്നെയാണ് അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ പറയുന്നത്. മാത്രമല്ല കരാർ പാലിക്കുന്നതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡവും അതും ഇതൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനിത് അടിവരയിട്ട് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പറയുന്ന തത്വചിന്തകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഒരു സംഭവമായിട്ട് കരാർ പാലനവും ഇതൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ പ്രസംഗങ്ങളിലൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ ലംഘിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത് ലംഘിച്ച് കഴിയുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അന്നേരം അത് കാണുന്നില്ലേ, അത് അറിയുന്നില്ലേ? അപ്പോൾ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു ഖുശൂ, ഒരു ഭയപ്പാടൊന്നുമില്ലേ? ഞാൻ ചോദിക്കുകയാണ്, ഈ സന്ദർഭത്തിൽ ഇത് ലംഘിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ ക്രൂരത, ഈ അക്രമം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവില്ലേ? ആ സൃഷ്ടാവ് ശിക്ഷിക്കുമെന്നും അങ്ങനെയുള്ളൊരു ഭയപ്പാടൊന്നുമില്ലേ? അപ്പോൾ ഇതൊക്കെ വെറും നാടകങ്ങളാണോ? ഈ ദൈവത്തെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഈ സംഭവമൊക്കെ വെറുതെ നാടകമായിരുന്നോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ പറയുന്നത്, നമ്മൾ സ്വയം നന്നാവുക എന്നത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. ആരെങ്കിലും ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങൾ പാലിക്കണം എന്നുള്ളത് കൊണ്ട് അത് ചെയ്യാതിരിക്കുകയോ അങ്ങനെയല്ല. തിന്മയാണോ
അതുകൊണ്ട് ദൂഷ്യമാണോ, നമുക്ക് സ്വന്തത്തിനും മറ്റുള്ളവർക്കൊക്കെ അതുകൊണ്ട് പ്രയാസമാണോ, അത് തിന്മയാണ്, അത് വർജിക്കണം. അല്ലാതെ അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കലല്ല. അത് അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ സ്വയം അത് ഉപേക്ഷിക്കുക മാത്രമാണ്. അതാരെങ്കിലും ഭയപ്പെട്ടുകൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇരിക്കും. പിന്നീട് ഒരു അവസരം വരുമ്പോൾ അത് പ്രവർത്തിക്കുന്നതിന് യാതൊരു മനസാക്ഷി കുത്തുണ്ടാവില്ല. അപ്പം നമ്മൾ സ്വയം നമ്മുടെ മനസാക്ഷി കൊണ്ട് അതിനെ വെറുക്കുകയും തിന്മകളെ അകറ്റി നിർത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനുള്ള സൊല്യൂഷൻ. മതത്തിൽ നിന്ന് മാത്രമേ എന്തിനും സൊല്യൂഷൻ കിട്ടുള്ളൂ എന്ന് പറയുന്ന, മതത്തിൽ നിന്ന് മാത്രമേ ധാർമ്മികത കിട്ടുള്ളൂ എന്ന് വാദിക്കുന്നവർ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ധാർമ്മികത എവിടെ പോയി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പച്ച തെറി വിളിക്കുമ്പോൾ നിങ്ങളുടെ ധാർമ്മികത എവിടെ പോയി? ഈ പറയുന്ന ബനു ഖുറൈള പോലുള്ള കൂട്ടക്കൊലകൾ നടത്തുമ്പോഴും ബദർ യുദ്ധം പോലെയുള്ള കൊള്ളകൾ നടത്തുമ്പോഴും ഒക്കെ നിങ്ങളുടെ ഈ ആത്മീയതയും ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കാണുമെന്നുള്ള ബോധവും നിങ്ങളുടെ തഖ്വയും ഒക്കെ എവിടെ പോകുന്നു? അതൊക്കെ തൽക്കാലം മടക്കിയിട്ട് പോക്കറ്റിലിടുകയാണോ ചെയ്യുന്നത് അത്തരം സന്ദർഭങ്ങളിൽ? അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ പേടിപ്പിച്ചിട്ടല്ല ഒരു വ്യക്തിയെ നന്നാക്കേണ്ടത്. ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഖബറും പരലോകവും ഒക്കെ പറഞ്ഞിട്ട് ഭയപ്പെടുത്തി, അങ്ങനെ ഭയപ്പെടുത്തി സുഭിക്ഷമായി ഭക്ഷണവും കഴിച്ച് സുഖലോലപതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ വ്യക്തിപരമായി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരെയും എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിച്ചു വന്നത്, അള്ളാഹുവിൻ്റെ ദൂതരെ അബൂ ബസീർ പ്രതിവചിച്ചു, ഞാൻ സ്വീകരിച്ച മതത്തിൻ്റെ പേരിൽ മർദ്ദിക്കാൻ ബഹുദൈവാരാധകർക്ക് എന്നെ വിട്ടുകൊടുക്കുകയാണോ അങ്ങ്? അപ്പം ആ കരാർ പ്രകാരം അദ്ദേഹത്തെ തിരിച്ചയക്കാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. ഏതുപോലെ അബൂ ജന്തൽ ചോദിച്ചില്ലേ, നേരത്തെ ഒരു അബൂ ജന്തൽ, സുഹൈലിൻ്റെ മകൻ അബൂ ജന്തൽ തിരിച്ച് ചോദിച്ചില്ലേ, എന്നെ അവർക്ക് ആക്രമിക്കാൻ വിടുകയാണോ എന്ന്. എന്നിട്ട് അത് പ്രവാചകൻ പറയുക, അദ്ദേഹത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചരിത്രമൊക്കെ ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിതന്മാർ വളരെ വൈകാരികമായിട്ട് നമ്മുടെ കണ്ണുകളെ നനയിപ്പിക്കുന്ന രൂപത്തിൽ പറയും. അബൂ ജന്തൽ എന്നിട്ട് കരഞ്ഞു പോയതും ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സന്ധി എന്തോ ആനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന ഒരവസ്ഥ, അതിൽ വിശ്വാസികൾ അവരുടെ മനമുടക്കി അത് എന്തൊരു മഹാസംഭവമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യും. എന്നാൽ അബൂ ജന്തലിനെ പറഞ്ഞയച്ച അതേ പ്രവാചകൻ അബൂ ബസീർ എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച് വന്ന ആൾ ഈ കരാർ നിലവിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എന്താ പ്രവർത്തിച്ചത് നിങ്ങൾ നോക്കൂ. ഞാൻ സ്വീകരിച്ച മതത്തിൻ്റെ പേരിൽ മർദ്ദിക്കാൻ ബഹുദൈവാരാധകർക്ക് എന്നെ വിട്ടുകൊടുക്കുകയാണോ അങ്ങ്? തിരുമേനി അപ്പോൾ തൻ്റെ വാക്കുകൾ ആവർത്തിച്ചു. അബൂ ബസീർ ഖുറൈശികളുടെ ദൂതരോടൊപ്പം തിരിച്ചുപോയി. അവർ ദിൽഹുലൈഫയിലെത്തിയപ്പോൾ അബൂ ബസീർ ആമിർ ഗോത്രക്കാരനോട് വാളൊന്ന് കാണിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ഇസ്ലാം സ്വീകരിച്ച് പുതുതായി കടന്നു വന്ന ഈ അബൂ ബസീറിനെ തിരിച്ചയച്ചു. ഈ തിരിച്ചയച്ച അബൂ ബസീർ ആ കൂടെ വന്ന ആളുകളോട് നിങ്ങളുടെ വാളൊന്ന് എനിക്ക് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആ വാൾ കാണിച്ചു കൊടുത്തു. ആ വാൾ കാണിച്ചു കൊടുത്ത അതേ സന്ദർഭത്തിൽ അയാളുടെ കരം വാൾ പിടിയിൽ അമരേണ്ട താമസം അബൂ ബസീർ അയാളെ വധിച്ചു. അത് കാണിക്കാനായിട്ട് അയാൾ വാൾ ഊരുന്ന ആ സന്ദർഭത്തിൽ ഈ അബൂ ബസീർ എന്ന് പറയുന്ന ഇസ്ലാം സ്വീകരിച്ച് വന്ന ഈ വ്യക്തി ആ മറ്റേ കൂടെ വന്ന ഖുറൈശികളുടെ പ്രതിനിധിയായി വന്ന വ്യക്തിയുടെ കഴുത്തരിഞ്ഞു കളഞ്ഞു. ഇത് കണ്ട കൂടെയുണ്ടായിരുന്ന അടിമ ഓടി മദീനയിലെത്തി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഖുറൈശികളുടെ ഈ പ്രതിനിധിയുടെ കൂടെ ഒരു അടിമ ഉണ്ടായിരുന്നു. ആ അടിമ ഓടി പ്രവാചകന്റെ സന്നിധിയിലെത്തി. അയാളുടെ മുഖത്ത് ഭയം പ്രകടമായിരുന്നു. എന്തു പറ്റി നിനക്ക്? പ്രവാചകൻ അയാളോട് ആരാഞ്ഞു. നിങ്ങളുടെ അനുയായി എൻ്റെ യജമാനെ വധിച്ചു. നിങ്ങളുടെ അനുയായി എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിച്ചെന്ന വന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ അടിമയുടെ യജമാനെ വധിച്ചു കളഞ്ഞു. ഇതിനിടെ ഖഡ്ഗം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അബൂ ബസീറും രംഗത്തെത്തി. അപ്പോൾ ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബൂ ബസീറും പ്രവാചകൻ്റെ സന്നിധിയിലെത്തി. അദ്ദേഹം പ്രവാചകൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അങ്ങയുടെ ബാധ്യത അങ്ങ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. കരാർ പ്രകാരം എന്നെ അങ്ങ് തിരിച്ചയച്ചു. പക്ഷേ ഖുറൈശികളുടെ മർദ്ദനം സഹിക്കാനോ സത്യമതം കൈവിടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വയം പ്രതിരോധിക്കാൻ തീർച്ചയാക്കിയിരിക്കുകയാണ് ഞാൻ. അബൂ ബസീറിൻ്റെ പ്രവൃത്തിയിൽ മുഹമ്മദ് തൻ്റെ മതിപ്പ് മറച്ചു വെച്ചില്ല. മാത്രവുമല്ല അദ്ദേഹത്തോടൊപ്പം ഇനിയും ഒട്ടേറെ പേരുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അപ്പോൾ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു? ഈ പറയുന്ന അബൂ ബസീറിനെ തിരിച്ചയക്കുമ്പോൾ അത്രയും വഞ്ചനയുടെയും ചതിയൊക്കെ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഓർമ്മപ്പെടുത്തിയ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ബസീർ ഇങ്ങനെ കൂടെ വന്ന ഖുറൈശികളുടെ പ്രതിനിധിയായി വന്ന മനുഷ്യനെ കൊന്നുകളഞ്ഞ് വാളും ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സാക്ഷിയാക്കി കരാറിൽ ഒപ്പിട്ട പ്രവാചകൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയുന്നത്? അബൂ ബസീർ, നിങ്ങൾ ചെയ്തത് മഹാ തെണ്ടിത്തരാണ്, തെമ്മാടിത്തരമാണ്.
പ്രവാചകനായ ഞാനും ഖുറൈശികളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ നിയമപ്രകാരം അത് ഞാൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. താങ്കളുമായി യാതൊരു ഇടപാടുമില്ല, എനിക്ക് താങ്കളെ കാണണ്ട. കാരണം പ്രവാചകനായ ഞാൻ എഴുതിയ കരാറിന് വിരുദ്ധമായി പ്രവർത്തിച്ച് അവരുടെ ഒരു പ്രതിനിധിയെ കൊല്ലുകയും ചെയ്തു വന്ന നിങ്ങളെ എനിക്ക് കാണണ്ട. കാരണം ഞാൻ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സാക്ഷിയാക്കി ഒപ്പിട്ട് കൊടുത്തൊരു കരാറ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കാണണ്ട. നിങ്ങളോട് നേരത്തെയും ഞാൻ അതല്ലേ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോകൂ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ പറയുമെന്നല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്നാൽ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ഇതാ നോക്ക്, അബൂ ബസീറിൻ്റെ പ്രവൃത്തിയിൽ മുഹമ്മദ് തൻ്റെ മതിപ്പ് മറച്ചു വെച്ചില്ല. അപ്പോൾ അബൂ ബസീർ ആ കൊന്നുകളഞ്ഞ് തിരിച്ചു വന്നതിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിനന്ദിക്കുകയാണ്. ആ മതിപ്പ് അവരോട് മുമ്പിൽ പ്രകടിപ്പിക്കാതിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഇനിയും ഒട്ടേറെ പേർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ആ ചെയ്ത പ്രവൃത്തി, അയാളെ കൊന്നതും ഈ പറയുന്ന അക്രമ മാർഗം സ്വീകരിച്ചതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ പ്രവാചകൻ്റെ ഉള്ളിൽ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിന്തിക്കുക. അബൂ ബസീർ അവിടെ നിന്ന് ഈസ് എന്ന സ്ഥലത്തെത്തി. സിറിയയിലേക്കുള്ള ഖുറൈശികളുടെ യാത്രാമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീരപ്രദേശമായിരുന്നു അത്. ഈ വ്യാപാര മാർഗം അന്യോന്യം തടസ്സപ്പെടുത്തരുതെന്ന് ഹുദൈബിയ കരാറിലുണ്ടായിരുന്നു. അബൂ ബസീർ ഇവിടെ എത്തിയ വിവരം മക്കയിലെ മുസ്ലിങ്ങൾ അറിഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ അഭിനന്ദിച്ചതും അവർ കേട്ടു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹം ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ അഭിനന്ദിക്കുകയും ചെയ്തു എന്നുള്ളത് മക്കയിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കേട്ടപ്പോൾ അവർക്ക് കൂടുതൽ ധൈര്യമുണ്ടായി. അപ്പം ഈ കരാറ് ലംഘിച്ചു, ഒരാളെ കൊന്നു, മാത്രമല്ല വഴിയിലൂടെയുള്ള കച്ചവട സംഘങ്ങളെ ഇദ്ദേഹം കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അതിലൊക്കെ പ്രവാചകന് മതിപ്പും രേഖപ്പെടുത്തി എന്ന് കേട്ടപ്പോൾ ഈ മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച് കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അത് കൂടുതൽ പ്രചോദനമായി. ഇതിനെയൊക്കെ എന്താണ് പറയേണ്ടത് പ്രിയപ്പെട്ടവരെ? സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ധാർമ്മികതയുടെയൊക്കെ നിലപാടുകളും സൃഷ്ടാവിനോടുള്ള ഭയപ്പാട് മൂലം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ഒക്കെ നിലകൊണ്ടതായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ല ഇതിനൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പൗരോഹിത്യവർഗം കാണിക്കുന്നത് പോലുള്ള പ്രവൃത്തി തന്നെയാണ് ഇതും എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ചിന്തിക്കൂ. ഇത് നിങ്ങൾക്ക് മുമ്പിൽ സത്യസന്ധമായി ഈ അഹ്ലുസുന്നത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇത് കണ്ണ് നനഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കാനാണ്. മനുഷ്യത്വമുള്ള മനുഷ്യരായി ശിഷ്ടകാലം നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥമായ എളിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്. ഒരിക്കലും നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ. ബാക്കി എന്താ നോക്കാം. പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ചതും അവർ കേട്ടു. അതോടെ 70ഓളം മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവർ ഖുറൈശികളെ മാർഗതടസ്സം സൃഷ്ടിച്ചു. ഈ പറയുന്ന അബൂ ബസീറിൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന കൊല നടത്തി പ്രവാചകൻ്റെ ആശീർവാദത്തോടുകൂടി കരാർ ലംഘിച്ചു പോയ പുതു മുസ്ലിമായിട്ടുള്ള ഈ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ ഖുറൈശികളെ മാർഗതടസ്സം ചെയ്തു. അതിലൂടെ കടന്നുപോയ ഒരു ഖുറൈശിയെയും അവർ വധിക്കാതെ വിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിലൂടെ കടന്നുപോയ ഖുറൈശികൾ ഈ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന എഗ്രിമെൻറ്റിൽ ഈ പറയുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധിയിൽ ഏർപ്പെട്ടതിൻ്റെ ധൈര്യത്തിൽ അവരുടെ അന്നം തേടിയുള്ള യാത്രകളിൽ അവരെ ഒരാളെയും വധിക്കാതെ വിട്ടില്ല. ആര്? ഈ ഇസ്ലാം സ്വീകരിച്ചു വന്ന അബൂ ബസീർ. ഈ അബൂ ബസീറിനെ പ്രവാചകൻ അഭിനന്ദിക്കുകയും ആശീർവദിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ അബൂ ബസീർ ആരാണ്? ഇവർ പറയുന്ന ഈ പ്രവാചകൻ ആരാണ്? നിങ്ങൾ ചിന്തിക്കൂ. അതിലൂടെ കടന്നു പോകുന്ന ഒരു ഖുറൈശിയെയും അവർ വധിക്കാതെ വിട്ടില്ല. ഖുറൈശികളുടെ സ്വാർത്ഥ സംഘങ്ങളെ അവർ ആക്രമിച്ചു. അതോടെ മുസ്ലിങ്ങളെ മക്കയിൽ തടഞ്ഞു നിർത്തുന്നതിൽ വാശി പിടിച്ചത് തങ്ങൾക്ക് ഏറ്റവും വലിയ വിനിയായിരിക്കുന്നതാണെന്ന് ഖുറൈശികൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ കരാർ പ്രകാരം ഈ മുസ്ലിങ്ങളെ മക്കയിൽ നിർത്തണമെന്നുള്ള ആ ഒരു സംഭവം അത് അവർക്കൊരു ബാധ്യതയായി തീരുന്നൊരവസ്ഥ. കാരണം ഈ അബൂ ബസീറിൻ്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് ആ മക്കയിലുള്ള ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ. സ്വാഭാവികമായിട്ടും ഖുറൈശികൾ അവരെ തിരിച്ചയക്കാൻ നിർബന്ധിതരാകാണ്. കാരണം തിരിച്ചയച്ചില്ലെങ്കിൽ അവരുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും, അവരുടെ സ്വത്തുകൾ അപഹരിക്കപ്പെടും, അവരുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം മുടങ്ങുന്ന അവസ്ഥ, അവരുടെ അന്നം തേടിയുള്ള യാത്രകളിൽ അവരെ കൊന്നുകളയുന്ന അവസ്ഥ, ഭയപ്പെട്ട് അവർ ഈ പറയുന്ന മുസ്ലിങ്ങളെ തിരിച്ചയക്കുന്നൊരവസ്ഥ. എന്തൊരു ക്രൂരതയാണ് ഇതിൽ നിന്ന് എന്ത് ധാർമ്മികതയാണ് നമുക്ക് പഠിക്കാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിലെന്ത് ആത്മീയതയാണുള്ളത്? ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ, ദൈവത്തിനെ ഒരൽപ്പം ഭയമുള്ള ഏതെങ്കിലും ഒരു മതവിശ്വാസി, ഏത് മതത്തിലുള്ളവനായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ദൈവത്തിൽ, ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത്രയും വലിയ തെമ്മാടിത്തരം കാണിക്കാൻ കഴിയുമോ?
ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന, ഒരു ദൈവസങ്കല്പത്തിൽ, ഒരു അൾട്ടിമേറ്റ് പവറിൽ വിശ്വസിക്കുന്ന, അങ്ങനെ ഒരു ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന്, ഈ 2025 ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ഇതാണോ സ്വർഗാവകാശികളായിട്ടുള്ള ഉത്തമ തലമുറ? ഇവരെയാണോ നമ്മൾ മാതൃകയാക്കേണ്ടത്? ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ധാർമ്മികതയാണ് ഈ പറയുന്ന ആധുനിക സമൂഹത്തോട് പറയാനുള്ളത്? ബാക്കി എന്താ പറഞ്ഞു നോക്കാം. സത്യസന്ധനായ വിശ്വാസിയെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അയാളെ വിട്ടയക്കുന്നതിനേക്കാൾ വിനാശകരമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത്തരം വ്യക്തി കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ ഓടി രക്ഷപ്പെടും. ഹുദൈബിയ കരാറിൻ്റെ പരിധിയിൽ വരാതിരിക്കാൻ മുഹമ്മദിൻ്റെ അടുക്കൽ പോകുന്നതിന് പകരം തങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് അവർ ചെയ്യുക. അപ്പോൾ ഹുദൈബിയയുടെ കരാറിൻ്റെ അപ്പോഴൊക്കെ കരാറുണ്ട് കേട്ടോ, അതിലൊന്നും വരാതിരിക്കാൻ വേണ്ടി അക്രമം അഴിച്ചുവിട്ട് അങ്ങനെ തുടങ്ങുന്നൊരവസ്ഥ. ഒരു കുത്തഴിഞ്ഞ, ധാർമ്മികതയില്ലാത്ത, സദാചാരബോധമില്ലാത്ത, ഒരല്പം പോലും മനുഷ്യത്വമില്ലാത്ത, ഈ ഗോത്രീയമായിട്ടുള്ള പ്രാകൃതമായ ജീവിതം നയിക്കുന്ന ഇവരാണ് പോലും നമുക്ക് ഉത്തമ മാതൃകയായിട്ടുള്ള സ്വർഗാവകാശികൾ. അതാവട്ടെ തങ്ങൾ നഷ്ടമല്ലാതെ ഒരു ലാഭവും നൽകുകയില്ല. മദീനയിലേക്ക് പലായനം ചെയ്ത മുഹമ്മദ് തങ്ങളുടെ സ്വാർത്ഥ സംഘങ്ങളെ ആക്രമിച്ച സംഭവം അവർ ഓർത്തു. അബൂ ബസീർ ഇതേ പ്രവർത്തനം ആവർത്തിക്കുകയാണെന്ന് അവർ ആശങ്കിച്ചു. അവർ പ്രവാചക സന്നിധിയിലേക്ക് ദൂതന്മാരെ നിയോഗിച്ചു. മക്കയിലെ മുസ്ലിങ്ങളെ അഭയം നൽകി സ്വീകരിക്കുകയും തങ്ങളുടെ വ്യാപാര മാർഗത്തിലെ ഭീഷണി ഒഴിവാക്കുകയും ചെയ്യാൻ രക്തബന്ധത്തിൻ്റെ പേരിൽ പ്രവാചകനോട് അവർ അഭ്യർത്ഥിച്ചു. രക്തബന്ധത്തിൻ്റെ പേരിലെങ്കിലും പ്രവാചകനോട് ദയക്ക് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരവസ്ഥയിലേക്ക് ഖുറൈശികളെത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രക്തബന്ധത്തിൻ്റെ പേരിൽ പ്രവാചകനോട് അവർ അഭ്യർത്ഥിച്ചു തങ്ങളുടെ വ്യാപാര മാർഗത്തിലെ ഭീഷണി ഒഴിവാക്കാൻ, അവർ ചെയ്യുന്ന കച്ചവട മാർഗത്തിലെ ഭീഷണി ഒഴിവാക്കാൻ. അവരൊക്കെ കൊന്നുകളയുകയാണ്, എന്നിട്ട് അവരുടെ സമ്പത്ത് കൈക്കലാക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കൂ, ഇതിനെ കൊള്ള എന്നല്ലേ പറയുക? മുഹമ്മദിൻ്റെ അടുക്കലേക്ക് വരുന്നവരെ ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്ന അംർ ബിൻ സുഹൈലിൻ്റെ നിർബന്ധത്തിന് ഖുറൈശികൾ ഇറങ്ങി വന്നു. അതോടെ ഉമർ ബിൻ ഖത്താബിൻ്റെ വിമർശനത്തിന് പാത്രമാവുകയും അബൂബക്കറിനോട് അദ്ദേഹം ക്രുദ്ധനായി സംസാരിക്കുകയും ചെയ്ത ഹുദൈബിയ കരാറിലെ പ്രസ്തുത വകുപ്പ് റദ്ദായി. മുഹമ്മദ് മക്കയിലെ തൻ്റെ അനുയായികളെ മുഴുവൻ മദീനയിലേക്ക് ക്ഷണിച്ച് അവർക്കവിടെ അഭയമരുളി. സിറിയയിലേക്കുള്ള യാത്രാമാർഗം ഇതോടെ നിർഭീതമായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ, ഇസ്ലാമിസ്റ്റുകൾ കൊട്ടിയാഘോഷിക്കുന്ന, ഇസ്ലാമിൻ്റെ എന്തോ ഒരു സംഭവമായിട്ട് ഇസ്ലാമിൻ്റെ ധാർമ്മികതയും സദാചാരബോധവും നീതിബോധവും ഒക്കെ വിളിച്ചോതുന്ന, കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കരാറായിക്കൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ അവതരിപ്പിച്ച ഹുദൈബിയ സന്ധി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അബൂ ജന്തൽ എന്ന് പറയുന്ന ആൾ ഇസ്ലാം സ്വീകരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തെ തിരിച്ചയച്ചതും അന്നേരം അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഇതൊക്കെ ആണ് നമ്മൾ മദ്രസകളിൽ നിന്നും വാദു പ്രഭാഷണങ്ങളിൽ നിന്നും കേട്ട ഹുദൈബിയ സന്ധി. എന്നാൽ ആ കരാർ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അബൂ ബസീർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയധികം തെമ്മാടിത്തരങ്ങളും കൊലകളും അക്രമവും അഴിച്ചുവിട്ടിട്ട് ആ പറഞ്ഞ വ്യക്തിയെ പ്രവാചകനെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് പരിപൂർണ സപ്പോർട്ട് നൽകുകയും ചെയ്തുകൊണ്ട് മക്ക പിടിച്ചടക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് ആ കരാറ് 2 വർഷം തികയണതിന് മുമ്പേ തന്നെ പരസ്യമായി ലംഘിച്ച് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സാക്ഷിയാക്കി എഴുതിയ കരാറിന് പുല്ലുവില നൽകിക്കൊണ്ട് മാതൃക കാണിച്ച ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് ധാർമ്മികതയുടെ, സദാചാരബോധത്തിൻ്റെ, പരസ്പരമുള്ള കരാറുകൾ പാലിക്കേണ്ടതിൻ്റെ ഒരു ധാർമ്മിക വശം പഠിപ്പിക്കുന്ന, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഈ കരാർ എങ്ങനെയാണ് കഴിയുക? ഇതോടുകൂടി ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ആ ചരിത്രപ്രസിദ്ധമായ ആ ഒരു സന്ധി, ആ ഒരു കരാർ നമ്മളിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. 3 ഭാഗങ്ങളിലായി നമ്മൾ അവതരിപ്പിച്ച ഈ ഹുദൈബിയ സന്ധിയുടെ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾക്ക് നൽകപ്പെട്ട വിശേഷ ബുദ്ധി കൊണ്ട് ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി, സത്യസന്ധമായി, ധാർമ്മിക ബോധത്തോടുകൂടി, നീതിബോധത്തോടുകൂടി നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പ്രകാശിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കേട്ട വാക്കുകളെല്ലാം ചിന്തിക്കുകയും തിരിച്ചറിവോടുകൂടി പരസ്പരം താങ്ങും തണലുമായിക്കൊണ്ട് മനുഷ്യത്വമുള്ള നല്ലൊരു വ്യക്തിയായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.